നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മണിപ്പൂരിലെ കാംഗ്പോക്കി ജില്ലയിലുണ്ടായ പുതിയ സായുധ സംഘർഷത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 കുക്കി ഗ്രാമീണർ കൊല്ലപ്പെടുകയും 7ഓളം വീടുകൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. സെയ്തു ഗാംസോൺ സബ് ഡിവിഷനിലെ ലോയ്ബോൾ ഗുള്ളൻ ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സായുധ സംഘം ഈ ക്രൂരമായ ആക്രമണം നടത്തിയത്. നിരായുധരായ സാധാരണക്കാർക്ക് നേരെ നടന്ന ഈ നരയാട്ടിനെ കുക്കി സംഘടനയായ കുക്കി ഇൻപി മണിപ്പൂർ ശക്തമായി അപലപിക്കുകയും ആക്രമണത്തിന് പിന്നിൽ നാഗ സായുധ ഗ്രൂപ്പുകളാണെന്ന് ആരോപിക്കുകയും ചെയ്തു. പരമ്പരാഗതമായി സെപ്റ്റംബർ 1-ാം തീയതി ആചരിക്കുന്ന 2026 ആഗോള സൃഷ്ടി സംരക്ഷണ പ്രാർത്ഥനാ ദിനത്തിന്റെ പ്രമേയം വത്തിക്കാൻ പുറത്തുവിട്ടു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 4-ാം തിരുവചനമാണ് പാപ്പ ഈ വർഷത്തെ പ്രമേയമായി തിരഞ്ഞെടുത്തത്. സായുധ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഭൂമിയുടെ പ്രകൃതി വിഭവങ്ങളെയും പരിസ്ഥിതിയെയും എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിലേക്ക് വിശ്വാസികളെ ശ്രദ്ധ തിരിക്കാനാണ് മാർപ്പാപ്പ ഈ സന്ദേശത്തിലൂടെ ശ്രമിക്കുന്നത്. പരിസ്ഥിതി തകർച്ച എന്നത് സൃഷ്ടിയെ പരിപാലിക്കാൻ മനുഷ്യനുള്ള ഉത്തരവാദിത്തത്തിന് ഗുരുതരമായ ലംഘനമാണെന്നും ഇത് കോടിക്കണക്കിന് മനുഷ്യരുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കുന്നു. കത്തോലിക്ക സർവകലാശാലകൾ കേവലം ഭൗതികമായ അറിവ് നൽകുന്നതിനപ്പുറം വിദ്യാർത്ഥികളെ യഥാർത്ഥ സത്യമായ യേശു ക്രിസ്തുവിലേക്ക് നയിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ലിയോ 14 മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ വിദ്യാഭ്യാസം കേവലം കരിയർ വിജയങ്ങൾക്കായി ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം അറിവ് പരിമിതപ്പെടുത്തുമ്പോൾ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ചിന്താശേഷിയും ഓർമ്മശക്തിയും നശിക്കാത്ത രീതിയിൽ അധ്യാപനം ക്രമീകരിക്കാൻ കത്തോലിക്ക അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ലോക സമാധാനത്തിനായി ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ച സമാധാനത്തിനായി 1 മിനിറ്റ് എന്ന പേരിൽ ആഗോള പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിക്കുന്നു. കാത്തലിക് ആക്ഷൻ ഇന്റർനാഷണൽ ഫോറം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പ്രാർത്ഥനയുടെ ലക്ഷ്യം സമാധാനത്തിനായുള്ള ലിയോ പാപ്പയുടെ നിരന്തരമായ ആഹ്വാനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ആളുകൾ തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ 60 സെക്കൻഡ് നേരം ചെയ്യുന്ന ജോലികൾ നിർത്തിവെച്ച് സ്വന്തം മതവിശ്വാസ പ്രകാരം ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നാണ് സംഘാടകർ ആവശ്യപ്പെടുന്നത്. പള്ളികളിലും കത്തീഡ്രലുകളിലും മണിമുഴക്കിക്കൊണ്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും വിശ്വാസികളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടും ഈ ക്യാമ്പയിൻ പങ്കാളികളാകാൻ സാധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ബ്രസീലിൽ ഗ്വാഡലൂപ്പ മാതാവിന്റെ വണക്കവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആത്മീയ സംഗമത്തിൽ 75,000-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ഗ്വാഡലൂപ്പ മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും ബ്രസീലിയൻ ജനതയ്ക്കിടയിൽ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വൻ ജനപങ്കാളിത്തം. കത്തോലിക്ക സഭയിലെ പ്രമുഖരും വൈദികരും പങ്കെടുത്ത ഈ ചടങ്ങുകളിൽ പ്രാർത്ഥനകൾ, ജപമാല, ദിവ്യബലി എന്നിവയും ഉണ്ടായിരുന്നു. കുടുംബങ്ങളുടെ സംരക്ഷണത്തിനും സമൂഹത്തിൽ സമാധാനവും ഐക്യവും പുലരുന്നതിനും വേണ്ടി സംഗമത്തിൽ പങ്കെടുത്ത 10,000-കണക്കിന് വിശ്വാസികൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.